ജ്യോതിഷപ്രകാരം ഒരാളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ അനുകൂല സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴാണ് കോടീശ്വരയോഗം അഥവാ ധനയോഗം ഉണ്ടാകുന്നത്. പലപ്പോഴും വ്യാഴമാറ്റം, രാഹുകേതുമാറ്റം തുടങ്ങിയ ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത രാശിക്കാർക്കും നാളുകാർക്കും ഈ യോഗം അനുഭവപ്പെടാറുണ്ട്. എങ്കിലും ജ്യോതിഷത്തിൽ പൊതുവെ സാമ്പത്തിക ഉന്നതിക്കും ലക്ഷ്മീകടാക്ഷത്തിനും സ്വാഭാവികമായി സാധ്യത കൂടുതലുള്ളതായി കണക്കാക്കുന്ന ചില രാശികളും നക്ഷത്രങ്ങളും താഴെ പറയുന്നവയാണ്. സമ്പൽ സമൃദ്ധിക്ക് പേരുകേട്ട നക്ഷത്രങ്ങൾ. നാളുകൾ. സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാരകന്മാരായ ശുക്രൻ, വ്യാഴം, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനമുള്ള നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകാൻ സാധ്യത കൂടുതലാണെന്ന് ജ്യോതിഷം പറയുന്നു. ശുക്രന്റെ നക്ഷത്രങ്ങൾ: ഭരണി, പൂരം, പൂരാടം. ഭൗതികമായ സുഖസൗകര്യങ്ങൾ, ആഡംബര ജീവിതം, വലിയ സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ സ്വന്തമാക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. വ്യാഴത്തിന്റെ നക്ഷത്രങ്ങൾ: പുണർദം, വിശാഖം, പൂരുരുട്ടാതി. ഭാഗ്യം, അപ്രതീക്ഷിത ധനലാഭം, സമൂഹത്തിലെ ഉന്നത പദവി എന്നിവയ്ക്ക് ഈ നക്ഷത്രക്കാർ അർഹരാകാറുണ്ട്. ചന്ദ്രന്റെ നക്ഷത്രങ്ങൾ: രോഹിണി, അത്തം, തിരുവോണം. സാമ്പത്തിക ഭദ്രത, വ്യാപാരത്തിലെ വിജയം, ലക്ഷ്മീകടാക്ഷം എന്നിവ ഈ നാളുകാർക്ക് എളുപ്പത്തിൽ ലഭിക്കാറുണ്ട്. കൂടാതെ കാർത്തിക, മകം, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്കും കഠിനാധ്വാനത്തിലൂടെ വലിയ സമ്പത്ത് കെട്ടിപ്പടുക്കാൻ സാധിക്കാറുണ്ട്. കോടീശ്വരയോഗത്തിന് അനുകൂലമായ രാശികൾ: ഇടവം, തുലാം. ഈ രാശികളുടെ അധിപൻ സമ്പത്തിന്റെ ഗ്രഹമായ ശുക്രനാണ്. അതിനാൽ പണം സമ്പാദിക്കാനും അത് നിലനിർത്താനും ഇവർക്ക് സ്വാഭാവികമായ ഭാഗ്യമുണ്ട്. കർക്കിടകം. ചന്ദ്രനാണ് കർക്കിടകത്തിന്റെ അധിപൻ. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാനും അതുവഴി വലിയ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും ഇവർക്ക് കഴിയും. ചിങ്ങം. സൂര്യന്റെ രാശിയായതിനാൽ മികച്ച നേതൃഗുണവും അധികാരസ്ഥാനങ്ങളിൽ എത്തിച്ചേർന്ന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും. ധനു, മീനം. ഈ രാശികളുടെ അധിപൻ വ്യാഴമാണ്. ഗുരു. ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ഇവരുടെ സാമ്പത്തിക ഉന്നതിക്ക് എപ്പോഴും തുണയാകാറുണ്ട്. ശ്രദ്ധിക്കുക: ജ്യോതിഷവിശ്വാസപ്രകാരം നക്ഷത്രവും രാശിയും ഒരു വ്യക്തിയുടെ സാമ്പത്തിക സാധ്യതകളുടെ സൂചനകൾ മാത്രമാണ് നൽകുന്നത്. ഒരാൾക്ക് കോടീശ്വരയോഗം അനുഭവത്തിൽ വരണമെങ്കിൽ അയാളുടെ വ്യക്തിപരമായ ജാതകത്തിലെ ധനഭാവം, ലഗ്നം, ദശാപഹാരങ്ങൾ, അതിലുപരി സ്വന്തം കഠിനാധ്വാനവും പ്രയത്നവും വളരെ പ്രധാനമാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ.